ഹായ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ മാഗിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായി നമുക്ക് ഒരു ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കാം. ആദ്യം നമുക്കൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകൊന്ന് ഇട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ സമയം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി. മാഗി മസാലയും ചിക്കൻ സ്റ്റോക്കും എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മാഗി വേവാനുള്ള വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. കൂടെ തന്നെ മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമുക്കൊരു ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് ഒന്ന് വേവിക്കാം. ഇതിനകത്തോട്ട് ചേർക്കേണ്ട സ്ക്രാമ്പിൾഡ് എഗ്ഗ് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊരു പാൻ ചൂടാക്കി നമുക്ക് അതിനകത്തോട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതേ സമയം നമ്മുടെ മാഗിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ സ്ക്രാമ്പിൾഡ് ചെയ്ത എഗ്ഗ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ സെർവ് ചെയ്യേണ്ട സമയമായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികളെല്ലാം ഈവനിങ്ങിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്കും ചെയ്യണം. എൻ്റെ ചാനൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടെ തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.